എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു പശുത്തൊഴുത്താണ്. ഈ പശുത്തൊഴുത്തിലാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളും ഈ ചേച്ചിയും, ക്യാൻസർ രോഗിയായ ചേച്ചിയും സുഖമില്ലാത്ത ഈ മോനും രോഗിയായ ചേച്ചിയുടെ ഭർത്താവും ഈ മോളും ഇത്രയും പേര് താമസിക്കുന്നത് ഈ ഒരു പശുത്തൊഴുത്തിനകത്താണെന്ന് പറഞ്ഞാൽ വളരെ സങ്കടമാണ്. അതാണ്ട് ഈ കാണുന്ന വീട് കണ്ടോ. അപ്പം ഇത് മോളുടെ ഏതാണ്ട് ആ നിൽക്കുന്ന ചേച്ചിയുടെയും വീടാണ്. അവർ ആദ്യം കഴിഞ്ഞിരുന്നത് കൊണ്ട് ആ കാണുന്ന പശുത്തൊഴുത്തിൽ എല്ലാരും സഹായിച്ച് ഞങ്ങൾക്ക് വീടായി. ഞങ്ങള് പശുത്തൊഴുത്തിൽ കിടക്കുമായിരുന്നു. ഈ വീഡിയോ ഇട്ടാണ് എൻ്റെ ഈ വീട് ഇത്രയും ഒരു മനുഷ്യനോടും 10 പൈസ ചോദിക്കാതെ എൻ്റെ കാര്യത്തിനുള്ള പൈസ എൻ്റെ സുബൈൽ മോൻ ചെയ്തു. ഞാൻ ഈ വീഡിയോ ഇട്ട ഉടനെ തന്നെ വിളിച്ചു ചോദിച്ചും അല്ലാതെയൊക്കെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് അല്ലേ. വേണ്ട, ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അതായത് ഇവർ കഴിഞ്ഞതുകൊണ്ട് ആ ബാക്കിൽ കാണുന്ന പശുത്തൊഴുത്തിലാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ അന്ന് വന്നപ്പോൾ അല്ലേ, നമ്മൾ വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു പശുത്തൊഴുത്തിലായിരുന്നു. അവിടെ നിന്ന് അത് ഇത്ര മനോഹരമായൊരു വീട് നിങ്ങളെല്ലാവരും സഹായിച്ചാണ്, ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് ഈ വീട് കിട്ടിയത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാ ഫോളോവേഴ്സിനോടും അല്ലേ ഒത്തിരി നന്ദി എന്ന് പറയാൻ പറ്റത്തില്ല, അത്രത്തോളം നന്ദി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പൊന്തൂൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം ഞാനും ഷെഫീഖാലി ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഇവർ ചോട്ടെ ആ കാണുന്ന പശുത്തൊഴുത്തിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാം, വീടിൻ്റെ ബാക്കി വിശേഷം കാണിച്ചു തരാം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ട് കിടന്നായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളൊരു വീഡിയോ ചെയ്ത് ഒത്തിരി പേര് സഹായിച്ച് ഇപ്പം അവിടെ ഈ കാണുന്ന അതിമനോഹരമായ വീടായി. സന്തോഷമായ നമ്മൾ ആദ്യം വീഡിയോ എടുക്കാൻ വീടില്ലായിരുന്നല്ലോ, ഇപ്പോൾ വിഷമിച്ചില്ലേ? വിഷമിച്ച് ഒരുപാട് പേര് സങ്കടപ്പെട്ടിട്ട് ഒത്തിരി പേര് സഹായിച്ച് ഒരുപാട് പേര് വിളിച്ച് ഇപ്പം വീടിൻ്റെ അകത്തോട്ട് പോവാണ്. വീട് നിങ്ങളെല്ലാവരും കാണിച്ചു തരാം. ഓഗസ്റ്റ് 18 പാലിയാഴ്ച എല്ലാവരും വരണം കേട്ടോ. പറയല്ലേ വരണം പറഞ്ഞില്ലല്ലോ, എല്ലാവരും വരണം. ഓഗസ്റ്റ് 18 കുഞ്ഞിൻ്റെ വീടിൻ്റെ പാലിയാഴ്ചയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരണം കേട്ടോ. ഇതാണ് വീട് മോഡൽ റൂം ഏതാ? മോഡൽ റൂം അല്ലേ? ഇതാണ് എന്താ റൂം, അടിപൊളിയല്ലേ, സൂപ്പർ റൂം അല്ലേ? ചേട്ടൻ്റെ റൂം ഏതാ? അമ്മയുടെ ഒക്കെ 2 റൂം. ചേച്ചി 2 റൂമല്ലേ? 2 റൂം, ഒരു ഹാള്. അത് തന്നെ അധികമാണ്. അത് ഇത്ര വലിയ സന്തോഷമല്ലേ. കിച്ചണുണ്ട്, ഞാൻ ഒരു വർക്ക് ഏരിയ, ബാത്റൂം, അടിപൊളി വീട്, സൂപ്പർ വീട്. പിന്നെ ഒരു സിറ്റ് ഔട്ട്, അവിടെ സിറ്റ് ഔട്ട് ഉണ്ട് ചെറിയ. അപ്പം അടിപൊളിയാണ്. എന്നാ നമ്മുടെ പാലിയാഴ്ച? ഓഗസ്റ്റ് 18. ഓഗസ്റ്റ് 18 അവനെ തന്നെ വിളിക്കണം പാലിയാഴ്ച. അതിനെ നിർബന്ധമായിരുന്നു ചേച്ചി ആദ്യമായിട്ട് പാലിയാഴ്ച വിളിച്ചു തന്നെയാണ്. നിങ്ങളെല്ലാവരും ചോദിച്ചില്ലേ മോളുടെ അവസ്ഥ എന്തായി, മോളുടെ വീട് പണി എന്തായെന്നൊക്കെ. അപ്പം അതിനുള്ളൊരു ഉത്തരവായിട്ടാണ് ഈ വീഡിയോ എന്നിരുന്നത്. അപ്പം മോളുടെ വീട് പണി എല്ലാം കഴിഞ്ഞു. ഈ ഓഗസ്റ്റ് 18 വീണ്ടും പാലിയാഴ്ചയാണ്. ഇപ്പോൾ ഇതൊരു ഔദ്യോഗിക ക്ഷണമായിട്ട് കണ്ട് എല്ലാ മാമാരും എല്ലാവരും വരണമെന്ന് പറയാം. അപ്പം എന്നാ പാലിയാഴ്ച വരുന്നത്? ഓഗസ്റ്റ് 18. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ വീഡിയോ കാണുന്നവർക്കും, പ്രിയപ്പെട്ട എല്ലാവരോടും ഒരുപാട് നന്ദി, അകം വഴി നന്ദി അറിയിക്കാം.